അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ചില മെഷീനുകളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ലോകോത്തര ലക്ഷറി സൂപ്പർ കാർ നിർമ്മാതാക്കളായിട്ടുള്ള ബുഗാട്ടി അവരുടെ മൂന്നാമത്തെ കാറ് ബുഗാട്ടി ടർബിയോൺ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. കാഴ്ചയിൽ അതിൻ്റെ മുൻഗാമിയായിട്ടുള്ള ബുഗാട്ടി ഷിറോണുമായിട്ട് അനിഷേധ്യമായ രൂപസാദൃശ്യം ഈ പുതിയ കാറിനുണ്ട്. അപ്പോൾ ഒരേ കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാകുമ്പോഴത്തേന് രൂപസാദൃശ്യമൊക്കെ വരുന്നത് സ്വാഭാവികം മാത്രം. പക്ഷേ ബുഗാട്ടി ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ പുതിയ കാറിൽ ബുഗാട്ടി ടർബിയോണിൽ ഷിറോണിൽ നിന്നെടുത്ത ഒരു ഘടകവും ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. അത് ടോട്ടലി അടിമുടിയൊരു പുതിയ കാറാണ് ഈ പുതിയ ടർബിയോൺ എന്നാണ് ബുഗാട്ടി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ടർബിയോൺ എന്ന് പറയുന്ന പുതിയ കാറിൻ്റെ സ്പെസിഫിക്കേഷൻ ഷീറ്റ് ഒന്ന് വെറുതെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ബുഗാട്ടി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ബുഗാട്ടി ടർബിയോണിൽ ബുഗാട്ടി ഷിറോണിൻ്റെയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബുഗാട്ടി വിയറോണിൻ്റെയോ യാതൊരു തരത്തിലുള്ള പാർട്സുകളോ ഘടകങ്ങളോ എലിമെൻസുകളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ലെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി ആ സ്പെസിഫിക്കേഷൻ ഷീറ്റിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ ആ സ്പെസിഫിക്കേഷൻ ഷീറ്റ്, ഈ പുതിയ കാറിൻ്റെ സ്പെസിഫിക്കേഷൻ ഷീറ്റ് വിശദമായി വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ സങ്കടമാണ് വന്നത്. അപ്പോൾ സങ്കടം വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ ഈ പറയുന്ന കാർ മേടിക്കാൻ വേണ്ടി കാശൊക്കെ കൂട്ടി വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നായിരിക്കും. ഈ പുതിയ കാർ റിലീസ് ചെയ്തു, അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഷീറ്റ് വായിച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം കണ്ട് അത് കാരണം പുള്ളി കരഞ്ഞു പോയതാണ്, പുള്ളിക്ക് സങ്കടം വന്നു പോയതാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഈ പറയുന്ന വാഹനം എനിക്ക് സ്വപ്നത്തിൽ പോലും വാങ്ങിക്കാൻ സാധിക്കത്തില്ലെന്നുള്ളതാണ് സത്യം. ഇനി ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെയും നിയോ ലിബറലിസത്തിൻ്റെയും അല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാനൊരു ശതകോടീശ്വരനായി മാറിയാലും ഇങ്ങനെയൊരു വാഹനം ഞാൻ മേടിക്കാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. അതായത് അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ ആ കാശൊക്കെ ഞാൻ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യത്തുള്ളൂ. അതായത് പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ടും ആവശ്യത്തിന് മദ്യവും ലോട്ടറിയും വാങ്ങിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളായിട്ടുള്ള പാവപ്പെട്ടവർക്കും ഞാൻ ഈ കാശ് വീതം വെച്ച് കൊടുക്കും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എനിക്ക് സങ്കടം വന്നത് വേറൊരു കാര്യം കൊണ്ടാണ്. അതായത് 1999 നമ്മുടെ വോക്സ്വാഗൺ എന്ന് പറയുന്ന വാഹന നിർമ്മാതാവ് ഈ ബുഗട്ടി എന്ന് പറയുന്ന ബ്രാൻഡ് സ്വന്തമാക്കിയതിന് ശേഷമുള്ള ബുഗട്ടിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ കഥ ആരംഭിക്കുന്നത് ഒരു എഞ്ചിനിലാണ്. സാധാരണ എഞ്ചിനല്ല, ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു W16 എഞ്ചിൻ. ഈ എഞ്ചിൻ്റെ അളവറ്റ കരുത്തിനെ അന്ന് വരെ ഓട്ടോമൊബൈൽ രംഗത്ത് ഉപയോഗിച്ചിട്ടില്ലാത്ത പല ടെക്നോളജികളും ഉപയോഗിച്ച് മെരുക്കിയെടുത്ത് 2005 വോക്സ്വാഗൺ ഒരു കാർ നിർമ്മിച്ചു. അതാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സ്ട്രീറ്റ് ലീഗൽ കാറായിരുന്ന ബുഗട്ടി വിയറോൺ. അതിനു മുമ്പ് അങ്ങനെ ഒരു ഡ്രൈവിംഗ് മെഷീൻ ഓട്ടോമൊബൈൽ ലോകം കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ലക്ഷറി കാറും ലോകത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് കാറും സംയോജിപ്പിച്ച് ഒരു വാഹനം നിർമ്മിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കുമോ അതായിരുന്നു ബുഗട്ടി വിയറോൺ എന്ന സൂപ്പർ കാർ. അപ്പോൾ അങ്ങനെ ബുഗട്ടിയുടെ 3 തലമുറ കഴിഞ്ഞ ബുഗട്ടി ടർബിയോണിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അതുവരെ ബുഗട്ടി നിർമ്മിച്ചിട്ടുള്ള 2 കാറുകളുടെയും ആത്മാവായിരുന്ന ആ 8 ലിറ്റർ ക്വാഡ് ടർബോ W16 എഞ്ചിൻ അപ്രത്യക്ഷമായി. തലസ്ഥാനത്തേക്ക് ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ വോക്സ്വാഗൺ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ആ സ്പെസിഫിക്കേഷൻ ഷീറ്റ് വായിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ബുഗട്ടി വിയറോണെക്കുറിച്ചോ അല്ലെങ്കിൽ ബുഗട്ടി ഷിറോണെക്കുറിച്ചോ പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഈ പറഞ്ഞ 8 ലിറ്റർ W16 എഞ്ചിന് ചുറ്റുമായിരുന്നു, ഈ എഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ 2 കാറുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു കാർ നിർമ്മിക്കുമ്പോൾ ഒരു കാർ നിർമ്മിച്ച് അതിന് പവർ നൽകാൻ പറ്റുന്ന ഒരു എഞ്ചിൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആദ്യമായി എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. ആ എഞ്ചിനിലേക്ക് അല്ലെങ്കിൽ ആ എഞ്ചിനിൽ നിന്ന് അതിൻ്റെ ഒപ്റ്റിമം ഔട്ട്പുട്ട് ഹാർനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കാറ് അതിലേക്ക് നിർമ്മിച്ച് ചേർക്കുകയായിരുന്നു ചെയ്തത്. അവിടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇത്രയധികം മൃഗീയമായ പവർ ഡെലിവറി ചെയ്യുന്ന ഒരു കാർ, അതായത് 1000 മുതൽ 1600 bhp വരെയായിരുന്നു ഈ ബുഗട്ടിയുടെ ആദ്യ 2 കാറുകളുടെയും പവർ. ഈ ഇത്രയും മൃഗീയമായ പവർ ഡെലിവറി ചെയ്യുന്ന കാർ, അതായത് 0 to 100 2.6 സെക്കൻഡിൽ ക്രോസ് ചെയ്യാൻ ശേഷിയുള്ള, അത് മാക്സിമം സ്പീഡ്, ടോപ്പ് സ്പീഡ് 400 കിലോമീറ്ററിന് മുകളിലുള്ള ഈ കാറ് ഡ്രൈവിംഗ് അറിയാവുന്ന ഏതൊരാൾക്കും ഒരു റോഡ് കാർ പോലെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു വിവരമുള്ളവർ പറയുന്നു. അതുകൊണ്ടാണ് ഈ ബുഗട്ടി വിയറോണെ അല്ലെങ്കിൽ ബുഗട്ടി ഷിറോണയൊക്കെ ഓട്ടോമൊബൈൽ രംഗത്തെ ഇതിഹാസങ്ങളായി അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ രംഗത്തെ നാഴികക്കല്ലുകളായി അറിവുള്ളവർ വാഴ്ത്തിപ്പാടുന്നത്. അതിനെക്കുറിച്ച് വോക്സ്വാഗൺ പറയുന്നത് അങ്ങനെയാണ്. വോക്സ്വാഗൺ ബുഗട്ടി വിയറോൺ എന്ന് പറയുന്ന വാഹനം നിരത്തിലിറക്കിയത് അവർക്കത് വിറ്റ് ലാഭമുണ്ടാക്കാൻ വേണ്ടിയല്ല, അവരുടെ ആ ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസ് ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ഒരു വേദിയായിട്ടാണ് ആ കാറിനെ അവർ കണ്ടത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ബുഗട്ടി എന്ന ബ്രാൻഡിനെയും അവരുടെ വാഹനങ്ങളെയും ഒന്ന് അടുത്തറിയാം. അതായത് വോക്സ്വാഗണുകളിൽ ബുഗട്ടിയുടെ പണിപ്പുരയിൽ ജന്മം കൊണ്ട 3 ഇതിഹാസ താരങ്ങളെ. പക്ഷേ ബുഗട്ടിയുടെ കഥ ആരംഭിക്കുന്നത് 1800-കളിലാണ്. 1800-കളുടെ മധ്യകാലത്തിൽ ഇറ്റലിയിൽ കാർലോ ബുഗട്ടി എന്ന ഒരു ഡിസൈനർ ജീവിച്ചിരുന്നു. ഡിസൈനർ എന്ന് പറഞ്ഞാൽ
ഓട്ടോമൊബൈൽ ഡിസൈനറല്ല, പുള്ളി ഒരു ഡിസൈനറായിരുന്നു. അതായത് പ്രത്യേകിച്ച് ആഭരണങ്ങളും അതുപോലെ ഫർണിച്ചറുകളും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന വളരെ സമ്പന്നനായ ഒരു ഡിസൈനർ. 1881 സെപ്റ്റംബർ 15 കാർലോ ബുഗട്ടി എന്ന ഈ ഡിസൈനർക്ക് ഒരു പുത്രൻ ജനിച്ചു. അയാളുടെ പേരായിരുന്നു ഇറ്റോർ ബുഗാട്ടി. അപ്പം സ്വാഭാവികമായിട്ടും അച്ഛൻ വലിയ ഡിസൈനറാണ്. ഈ മകനും അച്ഛൻ്റെ പാത പിന്തുടർന്ന് പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അച്ഛനെ പോലെ ആഭരണങ്ങളും ഫർണിച്ചറും ഒന്നും ഡിസൈൻ ചെയ്യുന്നതിലായിരുന്നില്ല ഇറ്റോർ ബുഗാട്ടിക്ക് കമ്പം. അയാൾ ഡിസൈൻ ചെയ്തത് ഓട്ടോമൊബൈൽസ് ആയിരുന്നു. ഇപ്പോൾ ഓട്ടോമൊബൈൽസ് ഡിസൈൻ ചെയ്യുന്ന പറയുമ്പോൾ തന്നെ ഇത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടമാണ്. ആ സമയത്ത് ഈ ഓട്ടോമൊബൈൽസ് അല്ലെ നമ്മളിന്ന് പറയുന്ന ഈ കാറുകളിൽ നിന്നും പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശൈശവാവസ്ഥ പിന്നിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇറ്റോർ ബുഗാട്ടി കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ പല ഓട്ടോമൊബൈൽസും ഉണ്ടാക്കി. അതായത് ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചില ട്രൈസൈക്കിളുകളും അല്ലെങ്കിൽ പെഡൽ ബോട്ടുകളും ഒക്കെ മോട്ടോർ ഘടിപ്പിച്ച് ഓട്ടോമൊബൈൽ തന്നെത്താൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളാക്കി മാറ്റി. തുടർന്നുകൊണ്ട് ഇറ്റോർ ബുഗാട്ടി യൂറോപ്പിലുള്ള പല വാഹന നിർമ്മാതാക്കളുമായിട്ട് ചേർന്നുകൊണ്ട് ചെറുതും വലുതുമായ പല വാഹനങ്ങളും ഡിസൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 1909 തൻ്റെ 28ാമത്തെ വയസ്സിൽ ഇറ്റോർ ബുഗാട്ടി ഓട്ടോമൊബൈൽ ബുഗാട്ടി എന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി സ്ഥാപിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ബുഗാട്ടി ഒരു ഇറ്റലിക്കാരനാണ്. പക്ഷേ അദ്ദേഹം ഈ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചത് ഫ്രാൻസിലായിരുന്നു. ഫ്രാൻസിലെ മോൾഷേം എന്ന് പറയുന്നൊരു ടൗൺഷിപ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയും കാര്യങ്ങളുമൊക്കെ. തുടർന്ന് നമ്മുടെ വാഹന ചരിത്രത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു നിര വാഹനങ്ങൾ ഇറ്റോർ ബുഗാട്ടി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച് നിരത്തിലിറക്കി. അതിൽ റേസ് കാറുകളുണ്ടായിരുന്നു, സ്ട്രീറ്റ് കാറുകളുണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അതായത് അവയിൽ ചിലതിൻ്റെ പേരുകൾ ഇങ്ങനെയാണ്: 1910 ടൈപ്പ് 13, തുടർന്ന് ടൈപ്പ് 18, 1923 ടൈപ്പ് 32 ടാങ്ക് എന്ന് പറയുന്ന റേസ് കാർ, 1927 ടൈപ്പ് 41 റോയാലെ, തുടർന്ന് ടൈപ്പ് 57 അറ്റ്ലാന്റിക്. ഇങ്ങനെ പോകുന്നു ബുഗാട്ടി ഡിസൈൻ ചെയ്ത വാഹനങ്ങളുടെ പേരുകൾ. ഏതായാലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബുഗാട്ടി യൂറോപ്പിലെ എണ്ണം പറഞ്ഞ വാഹന നിർമ്മാതാക്കളിൽ ഒരാളായി മാറുകയാണ്. അതായത് ലക്ഷറി കാർ നിർമ്മാണ രംഗത്തെ അനിഷേധ്യമായ ഒരു പേരായി മാറി ബുഗാട്ടി എന്നത്. അപ്പം ബുഗട്ടിയെ സംബന്ധിച്ചിടത്തോളം വാഹന നിർമ്മാണം എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു പ്രവൃത്തി ആയിരുന്നില്ല, ഒരു ബിസിനസ് ആയിരുന്നില്ല അദ്ദേഹം അതിനെ കണ്ടിരുന്നത്. അതിനെക്കുറിച്ച് ബുഗട്ടി തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം വാഹന നിർമ്മാണം എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു പ്രവൃത്തിയല്ല, കഴിയുന്നിടത്തോളം കാലം മനോഹരമായ കാറുകൾ നിർമ്മിച്ച് നിരത്തിലിറക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ മനോഹരമായ റോഡ് കാറുകളും റേസ് കാറുകളും മാത്രമല്ല, ഒരു പീസ് ഓഫ് ആർട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു എയർക്രാഫ്റ്റും ബുഗാട്ടി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ബുഗാട്ടി മോഡൽ 100, അതാണ് ഇറ്റോർ ബുഗാട്ടി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച എയർക്രാഫ്റ്റിൻ്റെ പേര്. അങ്ങനെ കാര്യങ്ങൾ സുഖകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന ആപത്ത് പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതേ തുടർന്ന് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യമേ പറഞ്ഞു ഇറ്റോർ ബുഗാട്ടി ഇറ്റലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഫ്രാൻസിലാണ്. അപ്പോൾ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഫ്രാൻസും ഇറ്റലിയും രണ്ട് ചേരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റലിക്കാരനായ ബുഗാട്ടിയോട് എത്രയും വേഗം കൂടും കുടുക്കെടുത്ത് രാജ്യം വിടാൻ ഫ്രാൻസ് ആവശ്യപ്പെട്ടു. അതോടുകൂടി ബുഗാട്ടിക്ക് ബിസിനസ് എല്ലാം അവസാനിപ്പിച്ച് ഫ്രാൻസ് വിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് കൊണ്ട് നമുക്കറിയാം, ഈ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജപ്പാനോടൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ ബോംബ് വീണിട്ടുള്ള രാജ്യമാണ് ഫ്രാൻസ്. കാര്യം ഇമാർ സഖ്യകക്ഷികളുടെ കൂട്ടത്തിലായിരുന്നെങ്കിലും അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ജർമ്മനിക്കെതിരെ പ്രയോഗിച്ച ബോംബുകളിൽ സിംഹഭാവവും വീണത് ഫ്രാൻസിൻ്റെ മണ്ണിലായിരുന്നു. ഏതായാലും ഈ രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ ബോംബിങ്ങിനെ തുടർന്ന് ബുഗാട്ടിയുടെ ഫാക്ടറിയും കാര്യങ്ങളും എല്ലാം നശിപ്പിക്കപ്പെട്ടു. തന്നെപോലെ 1947 ഇറ്റോർ ബുഗാട്ടി എന്ന വാഹന നിർമ്മാതാവും ഈ ലോകത്തു നിന്നും വിടവാങ്ങി. അദ്ദേഹത്തിനൊപ്പം നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ജീൻ ബുഗാട്ടി അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഇറ്റോർ ബുഗാട്ടിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായ റോളണ്ട് ബുഗാട്ടി ഈ കമ്പനിയുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിൽ ഒരു ലക്ഷറി കാർ നിർമ്മാതാവായി മുന്നോട്ട് പോവുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ 1952 ബുഗാട്ടി എന്ന ബ്രാൻഡ് വാഹന നിർമ്മാണം ഏതാണ്ട് അവസാനിപ്പിച്ചു. തുടർന്നുകൊണ്ട് പലതവണ പല ആൾക്കാരും ഈ ബുഗാട്ടിയെ പുനർജീവിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സക്സസ്ഫുൾ ആയില്ല. ഏതായാലും 1987 ഒരു ഇറ്റാലിയൻ ബിസിനസ്സുകാരനായ റൊമാനിയോ ആർട്ടിയോളി, ഞാൻ തെറി വിളിച്ചതല്ല, ഒരു ഇറ്റലിക്കാരൻ കോടീശ്വരൻ്റെ പേരാണ് റൊമാനിയോ ആർട്ടിയോളി. ഇതിങ്ങനെയാണ് വായിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇങ്ങേര് ഈ ബുഗാട്ടി എന്ന് പറയുന്ന ലേബൽ സ്വന്തമാക്കി. എന്നിട്ട് ബുഗാട്ടിയുടെ പേരിൽ ബുഗാട്ടി EB110 എന്ന് പറയുന്നൊരു കാറ് ഡിസൈൻ ചെയ്ത് നിർമ്മാണം ആരംഭിച്ചു. അപ്പം ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരൊന്നുമല്ല ഈ സാധനം ഡിസൈൻ ചെയ്ത്. അതായത് ഫാദർ ഓഫ് സൂപ്പർ കാറുകളുടെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന എക്കാലത്തെയും ഏറ്റവും മികച്ച കാർ ഡിസൈനർമാരിൽ ഒരാളായിട്ടുള്ള മാർസലോ ഗാന്ധിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലംബോർഗിനി മ്യൂറ അല്ലെങ്കിൽ ലംബോർഗിനി കുണ്ടാഷ് തുടങ്ങി ഒരുപാട് ഹൈ പെർഫോമൻസ് കാറുകളുടെ ഡിസൈനറാണ്.
അങ്ങേരുടെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ ബുഗട്ടി EV110 എന്ന് പറയുന്ന കാറ് ഡിസൈൻ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഗാന്ധിനിയുടെ ഡിസൈനുകൾ നോക്കി കഴിഞ്ഞാൽ ഈ വെഡ് ഷേപ്ഡ് കാറുകൾ, ഈ ലംബോർഗിനിയുടെ ഒക്കെ ആ ഡിസൈനിൽ അങ്ങനെയുള്ള കാറുകളാണ് പുള്ളി പൊതുവെ ഡിസൈൻ ചെയ്ത പല വാഹനങ്ങളും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ ബുഗട്ടി EV110ഉം ലംബോർഗിനി ഡിയാബ്ലോയും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം രൂപസാദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണെങ്കിലും വളരെ മനോഹരമായ ഒരു സ്പോർട്സ് കാറായിരുന്നു ഈ പറഞ്ഞ EV110. അതിലുപയോഗിച്ചത് ഒരു 3.1 ലിറ്റർ ക്വാഡ് ടർബോ ചാർജ്ഡ് V12 എഞ്ചിനായിരുന്നു. അതായത് അന്ന് വരെ ആർക്കും സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ലാത്ത പെർഫോമൻസ് ആണ് ഈ EV110 എന്ന് പറയുന്ന കാറ് കാഴ്ചവെച്ചത്. ഏതാണ്ട് 603 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ എഞ്ചിൻ 3.5 സെക്കൻഡ് കൊണ്ട് ഈ കാറിനെ 0 നിന്ന് 100 എത്തിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 355 km/h ആയിരുന്നു. അതായത് അക്കാലത്ത് ആർക്കും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത, ആർക്കും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത പെർഫോമൻസ് ഫിഗേഴ്സ് ആയിരുന്നു ഈ പറഞ്ഞ EV110 ഉണ്ടായിരുന്നത്. അതായത് ഈ കാര്യം സംഭവിക്കുന്നത് 90കളിലാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. പക്ഷേ ഇത്രയധികം മികച്ചൊരു ഡിസൈനും ഇത്രയധികം വലിയ പെർഫോമൻസും ഒക്കെ ഉണ്ടായിട്ടും ഈ ബുഗട്ടി EV110 എന്ന് പറയുന്ന കാറ് ഈ പറഞ്ഞ രീതിയിലൊന്നും വിറ്റുപോയില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മുടെ ആർട്ടിയോളി ആൻഡ് 1995 കടപൂട്ടി. അപ്പോൾ ഈ 1995 വരെ 135 EV110 കാറുകളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബുഗട്ടിയുടെ കഥ അവിടെയും അവസാനിച്ചില്ല. 1998 വോക്സ് വാഗൺ ഈ പിക്ചറിലേക്ക് കടന്നു വരികയാണ്. അപ്പം വോക്സ് വാഗൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ, വോക്സ് വാഗൺ ഈ പെർഫോമൻസ് കാർ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു പുതിയ ബിസിനസ് മോഡലുമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. അതായത് അക്കാലത്ത് ഇന്ന് നമ്മൾ വിഖ്യാതം അല്ലെ ലോകോത്തരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പല യൂറോപ്യൻ കാർ ബ്രാൻഡുകളും അന്ന് മരണക്കിടക്കയിലായിരുന്നു. അപ്പോൾ വോക്സ് വാഗൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പറഞ്ഞ പല കാർ ബ്രാൻഡുകളും സ്വന്തമാക്കി ആ പേരിൽ ഹൈ പെർഫോമൻസ് കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഈ ബിസിനസ് മോഡലിൽ നിന്ന് വലിയ ലാഭമൊന്നും വരത്തില്ലെന്ന് അവർക്കറിയായിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കിട്ടാൻ പോകുന്ന ഒരു വലിയ മാർക്കറ്റാണെന്നുള്ള കാര്യം വോക്സ് വാഗൺ അറിയാമായിരുന്നു. അവരത് മുൻകൂട്ടി കണ്ടു. അത് വളരെ സക്സസ്ഫുള്ളി അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ 1998 വോക്സ് വാഗൺ ലംബോർഗിനിയും ബെന്റ്ലിയും സ്വന്തമാക്കി, ഒപ്പം ബുഗട്ടിയും. അപ്പോൾ ഈ 3 കാർ ബ്രാൻഡുകളും വോക്സ് വാഗൺ സ്വന്തമാക്കിയത് സാധാരണക്കാർക്ക് വേണ്ടി കാർ നിർമ്മിക്കാനല്ല എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. അതായത് ലംബോർഗിനിയിലൂടെ വോക്സ് വാഗൺ ലക്ഷ്യം വെച്ചത് പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന, വേഗത ഇഷ്ടപ്പെടുന്ന കോടീശ്വരന്മാരെയായിരുന്നു. അതേസമയം ബെന്റ്ലി ആകട്ടെ പെർഫോമൻസും അതുപോലെ ലക്ഷറിയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിഡിൽ ഏജ്ഡ് കോടീശ്വരന്മാരെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ബുഗട്ടിയും ലക്ഷ്യം വെച്ചിരുന്നത് പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന, വേഗത ഇഷ്ടപ്പെടുന്ന കോടീശ്വരന്മാരെ തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വേഗത ഇഷ്ടപ്പെടുന്ന സാധാരണ കോടീശ്വരന്മാരെയല്ല, പണം ഒരു പ്രശ്നമേ അല്ലാത്ത, പണത്തിന് പുല്ല് വില കൊടുക്കുന്ന ചില കോടീശ്വരന്മാരുണ്ട്. അവരെയായിരുന്നു ഈ ബുഗട്ടിയിലൂടെ വോക്സ് വാഗൺ ലക്ഷ്യമിട്ടിരുന്നത്. തുടർന്ന് അങ്ങോട്ട് ഈ ബുഗട്ടി എന്ന ബാഡ്ജിൽ പല കൺസെപ്റ്റ് കാറുകൾ നിർമ്മിച്ച് ലോകമെമ്പാടുമുള്ള മോട്ടോർ ഷോകളിൽ വോക്സ് വാഗൺ അവതരിപ്പിക്കുന്നുണ്ട്. ഈ കൺസെപ്റ്റ് കാറുകളിലെല്ലാം കോമൺ ആയിരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു W18 എഞ്ചിൻ, അതായത് 18 സിലിണ്ടറുള്ള ഒരു കരുത്തുറ്റ എഞ്ചിൻ, കൂടാതെ ഒരു പെർമനൻറ്റ് 4 വീൽ ഡ്രൈവ് സിസ്റ്റം അല്ലെങ്കിൽ പെർമനൻറ്റ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം. ഇനിഷ്യൽ വേരിയൻറ്റുകളിലൊക്കെ സ്പെസിഫിക്കേഷനിൽ ഏതാണ്ട് 555 bhp പവറും 642 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമായിരുന്നു ഈ പറഞ്ഞ W18 എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ലംബോർഗിനി ഡിയാബ്ലോയിൽ നിന്നും എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ബുഗട്ടി എന്ന ബാഡ്ജിൽ വോക്സ് വാഗൺ നിർമ്മിച്ച ആദ്യ കൺസെപ്റ്റ് കാർ അവതരിപ്പിക്കപ്പെടുന്നത് 1998 പാരീസ് മോട്ടോർ ഷോയിലാണ്. അതായത് EB118 എന്ന പേരിൽ ഒരു 2 ഡോർ കൂപ്പയായിരുന്നു ഈ സംഭവം. തൊട്ടടുത്ത വർഷം 1999 EB218 എന്ന് പറയുന്ന ഒരു 4 ഡോർ സെഡാൻ ജനീവ മോട്ടോർ ഷോയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതേ വർഷം തന്നെ EB183 അല്ലെങ്കിൽ EB18.3 ഷിറോൺ എന്ന പേരിലൊരു മിഡ് എഞ്ചിൻ സ്പോർട്സ് കാർ ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അതേ വർഷം തന്നെ 1999 ടോക്കിയോ മോട്ടോർ ഷോയിൽ EB184 വിയറോൺ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇതും ഈ EB18.3 പോലെ ഒരു മിഡ് എഞ്ചിൻ സ്പോർട്സ് കാറാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾക്ക് ഏതാണ്ട് ഒരു രൂപരേഖയൊക്കെ ഉണ്ടായി തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് ലോകമെമ്പാടും നടന്ന പല പല മോട്ടോർ ഷോകളിലും ഇതിൻ്റെ കൂടുതൽ റിഫൈൻഡായ മോഡലുകൾ അവതരിപ്പിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ 99 അവസാനിക്കുന്നതോടുകൂടി EB18.4 എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് കാർ, ആ കൺസെപ്റ്റ് കാർ എന്നുള്ള അവസ്ഥയൊക്കെ വിട്ടിട്ട് ഒരു പ്രൊഡക്ഷൻ റെഡി അല്ലെങ്കിൽ ഒരു റോഡ് റെഡി പ്രോട്ടോടൈപ്പായിട്ട് മാറുകയാണ്. അങ്ങനെ ഇത് പ്രൊഡക്ഷൻ റെഡി ആയി തുടങ്ങിയതോടുകൂടി ഇതിൻ്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളിലൊക്കെ പല പല ചേഞ്ചസുകളും വരാൻ തുടങ്ങി. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലോകം കൊതിയോടെ കാത്തിരുന്ന ആ W18 എഞ്ചിൻ്റെ സ്ഥാനത്തേക്ക് ഒരു 8 ലിറ്റർ W16 എഞ്ചിൻ വന്നു എന്നുള്ളതാണ്. അതായത് എഞ്ചിനിൽ നിന്ന് 2 സിലിണ്ടറുകൾ എടുത്തു മാറ്റി എഞ്ചിൻ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയി. ഏതായാലും
ഏതാണ്ട് 2001 ആയപ്പോഴത്തേക്കിനും ഈ ബുഗട്ടി ഉയറോൺ എന്ന് പറയുന്ന കാർ ഏതാണ്ട് പ്രൊഡക്ഷൻ റെഡിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സമയമൊക്കെ വോക്സ്വാഗണിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ വാഹനം, ഈ കാറ് വോക്സ്വാഗൺ നിർമ്മിക്കുന്ന ഒരു കാറാണെന്ന് നമ്മൾ പ്രചരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ഇത് ഏതോ ഓഡി R8 അല്ലെങ്കിൽ വോക്സ്വാഗണിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏതോ ഒരു സ്പോർട്സ് കാർ രൂപ മാറ്റി ബുഗട്ടിയുടെ പേരിൽ വോക്സ്വാഗൺ വിൽക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊരു പ്രചാരണം നടക്കും. അങ്ങനെ ഒരു പ്രചരണം ശക്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ കാറിൻ്റെ വിൽപ്പനയെ സാരമായിട്ട് ബാധിക്കുക. അതായത് ഈ കാറിൻ്റെ കസ്റ്റമേഴ്സായിട്ട് വോക്സ്വാഗൺ കണക്കാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ, ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോടീശ്വരന്മാരെ അതുപോലുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഇതൊരു വോക്സ്വാഗണിൻ്റെ കാറാണ് അല്ലെങ്കിൽ ഒരു ഓഡിയുടെ കാറാണെന്നൊക്കെ ഉള്ളൊരു പ്രചരണം വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് ശക്തമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടാർഗറ്റഡ് ഓഡിയൻസ് അല്ലെങ്കിൽ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ഈ വാഹനം വാങ്ങില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഞങ്ങൾ ഫൈനാൻസ് ചെയ്യുന്നതാണെങ്കിലും അടിമുടി ഈ കാർ ബുഗട്ടിയാണെന്നുള്ള കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത വോക്സ്വാഗണിൻ്റെ ചുമലിലെത്തി. അത് വളരെ വ്യക്തമായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വോക്സ്വാഗണിന് സാധിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം ഈ വാഹനത്തിന് കൊടുത്ത പേര് ബുഗട്ടി വിയറോൺ. വിയറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയറി വിയറോൺ എന്ന് പറയുന്ന ഒരു റേസ് കാർ ഡ്രൈവറുടെ സ്മരണാർത്ഥമാണ് ഈ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പിയറി വിയറോൺ എന്ന് പറയുന്ന ആൾ ഇറ്റോർ ബുഗാട്ടിയുടെ കാലം തൊട്ട് തന്നെ ബുഗട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു റേസ് കാർ ഡ്രൈവറായിരുന്നു. അതായത് ബുഗട്ടിയുടെ പല റേസ് കാറുകളും ട്രാക്കിൽ അവതരിപ്പിച്ചിട്ടുള്ള, ട്രാക്കിൽ ഓടിച്ചിട്ടുള്ള ഒരു വിഖ്യാതനായ യൂറോപ്യൻ റേസ് കാർ ഡ്രൈവറായിരുന്നു. ഒപ്പം അദ്ദേഹം ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരുന്നു, ഒരു കാർ ഡിസൈനറായിരുന്നു. അങ്ങനെ പല മേഖലയിൽ കഴിവ് തെളിയിച്ച ഇറ്റോർ ബുഗാട്ടി അല്ലെങ്കിൽ ബുഗട്ടി എന്ന ബ്രാൻഡ് നെയിമായിട്ട് വളരെയധികം ആത്മബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ പിയറി വിയറോൺ. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് വോക്സ്വാഗൺ നിർമ്മിച്ച ആദ്യ ബുഗട്ടി കാറിന് ഈ വിയറോൺ എന്നുള്ള പേര് കിട്ടിയത്. അത് തന്നെയല്ല, വോക്സ്വാഗൺ ഒരു ജർമ്മൻ കാർ നിർമ്മാതാവാണ്. അവർക്ക് ജർമ്മനിയിൽ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ബുഗട്ടി നിർമ്മിക്കാൻ വേണ്ടി വോക്സ്വാഗൺ തിരഞ്ഞെടുത്തത് ഫ്രാൻസ് തന്നെയാണ്. അതായത് ഇറ്റോർ ബുഗാട്ടി എവിടെയാണോ തൻ്റെ ഫാക്ടറി സ്ഥാപിച്ച് അതേ ടൗൺഷിപ്പിൽ, അതേ മോൾഷെയിം ടൗൺഷിപ്പിൽ തന്നെയാണ് വോക്സ്വാഗണും ബുഗട്ടിയുടെ പ്ലാന്റ് സ്ഥാപിച്ചത്. പ്ലാന്റ് എന്നൊന്നുമല്ല, അവരെന്നെ വിളിച്ച് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ എന്നൊക്കെയാണ് അതിനെ പറഞ്ഞത്. അതായത് വളരെ ചുരുക്കം കാറുകൾ മാത്രമാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ അത്ര കെയർഫുള്ളായിട്ട് ഒരു ശില്പി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ എങ്ങനെയാണോ ഒരു ശില്പം നിർമ്മിച്ചെടുക്കുന്നത് അതേ രീതിയിലാണ് ബുഗട്ടി അവരുടെ ഓരോ കാറുകളും നിർമ്മിച്ച് നിരത്തിലിറക്കിയത്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ മോൾഷെയിമിൽ ബുഗട്ടിക്ക് വേണ്ടി വോക്സ്വാഗൺ സ്ഥാപിച്ചത് ഒരു സ്റ്റുഡിയോ ആയിരുന്നു, ഒരിക്കലും ഒരു അസംബ്ലി ലൈനോ ഒരു ഫാക്ടറിയോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ആ ബുഗട്ടി എന്ന പേര് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വേണ്ടതെല്ലാം വോക്സ്വാഗൺ ചെയ്തു കൂട്ടി. ഏതായാലും അങ്ങനെ 2003 ബുഗട്ടി വിയറോൺ എന്ന് പറയുന്ന കാറ് ഏതാണ്ട് റോഡ് റെഡിയായി. എങ്കിലും ബുഗട്ടിയുടെ സ്റ്റുഡിയോയിൽ നിന്നല്ല, ബുഗട്ടിയുടെ ഫാക്ടറിയിൽ നിന്നും ആദ്യ വിയറോൺ പുറത്തിറങ്ങുന്നത് 2005 അതോടെ ബുഗട്ടി എന്ന ബ്രാൻഡ് ഓട്ടോമൊബൈൽ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ അതിൻ്റെ സിംഹാസനം ഉറപ്പിച്ചു. അപ്പോൾ ഇതാണ് ബുഗട്ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏകദേശം ഒരു ചരിത്രം. ഇനി നമുക്ക് ബുഗട്ടിയുടെ പ്ലാന്റിൽ നിന്ന്, അതായത് വോക്സ്വാഗൺ സ്ഥാപിച്ച ബുഗട്ടിയുടെ ആലയിൽ നിന്നും പുറത്തിറങ്ങിയ വിയറോൺ എന്ന ആ അത്ഭുത വാഹനത്തെ ഒന്ന് അടുത്തറിയാം. അപ്പോൾ വിയറോണെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യം, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൺസെപ്റ്റ് ആരുടെ മനസ്സിലാണ് ഉദിച്ചതെന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഡിസൈൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വാഹനം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു കെർവിലിനാർ ലൈൻസ് ഒക്കെ ഉള്ള ഒരു കാർ എന്നുള്ള രീതിയിലല്ല ഞാനത് പറഞ്ഞത്. അതായത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് റോൾസ് റോയ്സിനെ വെല്ലുന്ന ലക്ഷറി കൊണ്ടുവരാൻ സാധിക്കും എന്ന ആ കൺസെപ്റ്റ് അത് ആരുടെ തലയിൽ ഉദിച്ചു എന്നുള്ളതാണ് എൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. അതായത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ വാഹനം കണ്ടിട്ടുണ്ടായി, ഇതിൻ്റെ പേരാണ് പോർഷെ 962. 1993 ഡിയോർ റേസിംഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനി ഇതിനെ റീട്യൂൺ ചെയ്ത് റീബാഡ് ചെയ്ത് ഡിയോർ 962 ലിമാൻസ് എന്ന പേരിൽ പുറത്തിറക്കി. അപ്പോൾ ഏതാണ്ട് 2005 വരെ അല്ലെങ്കിൽ 2007 വരെ ഈ വാഹനമായിരുന്നു, ഈ ഡിയോർ 962 ലിമാൻസ് എന്ന് പറയുന്ന ഈ കാറായിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സ്ട്രീറ്റ് ലീഗൽ കാറ്. ഈ കാറിൻ്റെ വേൾഡ് റെക്കോർഡാണ്, ഈ കാറ് ഹോൾഡ് ചെയ്തിരുന്ന റെക്കോർഡാണ് 2007 ബുഗട്ടി വിയറോൺ തകർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വാഹനങ്ങളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഈ ഡിയോറിൻ്റെ കാർ അല്ലെങ്കിൽ ഈ പോർഷെ 962 എന്ന് പറയുന്ന കാറിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓടിക്കുന്ന ഡ്രൈവർക്ക് വേണ്ട സേഫ്റ്റിയും സപ്പോർട്ടും അത്യാവശ്യം കംഫർട്ടും മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു ബേസിക് ഇൻറ്റീരിയർ മാത്രമാണ് ഈ വാഹനത്തിലുള്ളത്. അതേസമയം നമ്മൾ ബുഗട്ടി വിയറോണിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹൈ എൻഡ് ലക്ഷറി കാറിൽ, അതായത് ലോകത്തിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള കാറിനെയും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ലക്ഷറിയാണ്. അത് ഹൈ ക്വാളിറ്റി ലെതറും മെറ്റൽസും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസിറ്റ് ഇൻറ്റീരിയർ ഡിസൈനാണ് ഈ വാഹനത്തിന് ബുഗട്ടി കൊടുത്തിരിക്കുന്നത്. അത് അങ്ങേയറ്റം കസ്റ്റമൈസബിളും ആണെന്നുള്ളതാണ് അതിനകത്ത് വേറൊരു കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ബുഗട്ടി നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ ഒരു പെർഫോമൻസ് കാർ അല്ല, അതിവേഗത്തിൽ ഓടിക്കുന്ന ഒരു സൂപ്പർ കാർ ഓടിക്കാൻ എത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസാഹസികന്മാരായ
സ്പീഡ് എന്ന് പറയുന്ന ആ വികാരം എൻജോയ് ചെയ്യാൻ എത്തുന്ന ആൾക്കാരായിരുന്നു. അതിനെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ പല വീഡിയോകളിലും പല ഇൻ്റർവ്യൂകളിലും പല റേസ് കാർ ഡ്രൈവർമാരുടെ ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഹൈ എൻഡ് പെർഫോമൻസ് കാറുകളായിട്ടുള്ള ഇപ്പം ലംബോർഗിനി കുണ്ടാഷോ അല്ലെങ്കിൽ ഡിയാബ്ലോ ഒക്കെ ഓടിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ആ സ്പീഡിൻ്റെ ത്രില്ലൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ ഇച്ചിരി കൊണ്ട് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് പേടി തോന്നും, ആ മരണഭയം നമ്മളെ അങ്ങ് വിഴുങ്ങും എന്നാണ് പല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റേസ് കാർ ഡ്രൈവർമാർ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പം ബുഗട്ടി എന്ന് പറയുന്ന കാറിലൂടെ വോക്സ്വാഗൺ ഉദ്ദേശിച്ചത് ഒരിക്കലും ഇത് ഓടിക്കാൻ വരുന്ന ആൾക്കാരെ ഇങ്ങനെ പേടിപ്പിച്ച് കൊല്ലാനല്ലായിരുന്നു. ആ സ്പീഡിൻ്റെ ആനന്ദം അവരെ അറിയിച്ച് അവരെ അങ്ങ് നിർവൃതിയിൽ ആറാടിക്കാൻ വേണ്ടിയാണ് വോക്സ്വാഗൺ ഇങ്ങനെ ഒരു കാർ നിർമ്മിച്ചത്. അതുകൊണ്ട് ഈ കാറിൻ്റെ ഇൻറ്റീരിയറിൽ ഇരിക്കുമ്പോഴത്തേനും ഒരിക്കലും ഫീൽ ചെയ്തത് താനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്ര വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് 0 to 60 ഏതാണ്ട് 3 സെക്കൻഡിൽ താഴെ 2.6 അല്ലെ 2.8 സെക്കൻഡിൽ ക്രോസ് ചെയ്യുന്ന ഒരു അതിഭീകരനായ ഒരു കാറിനുള്ളിലാണ് താൻ ഇരിക്കുന്നുള്ളൊരു ഫീൽ ഒരിക്കലും തോന്നാത്ത രീതിയിലാണ് ആ കാറിനെ ഒരുക്കിയെടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി കൊണ്ടും അതുപോലെ ആ കാറിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൊണ്ടും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സേഫ്റ്റി മെക്കാനിസം കൊണ്ടും അതിൻ്റെ ടെക്നോളജി കൊണ്ടും ഈ കാറിൻ്റെ ഈ മാരകമായ വേഗത ഭീതിപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ട് ഒരിക്കലും അത് ഓടിക്കുന്ന ഒരാൾക്ക് തോന്നത്തില്ല എന്നുള്ളതാണ് ബുഗട്ടിയുടെ പ്രത്യേകത. അപ്പോൾ ഏതായാലും നമുക്കിനി ആ ലക്ഷറി എന്നുള്ള പരിപാടിയും കൂടെ മാറ്റി നിന്നിട്ട് ഈ ബുഗട്ടി വ്യൂറോൺ എന്ന് പറഞ്ഞ ഈ ഡ്രൈവിംഗ് മെഷീനിൽ വോക്സ്വാഗൺ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 8 ലിറ്റർ W16 എഞ്ചിൻ. അപ്പോൾ എന്താണ് ഈ W16 എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ പല കോൺഫിഗറേഷൻ ഉണ്ട്. ഇൻലൈൻ എഞ്ചിനുണ്ട്, അതുപോലെ തന്നെ V12 അല്ലെങ്കിൽ V8 എന്നൊക്കെ പറഞ്ഞാൽ V കോൺഫിഗറേഷനുള്ള എഞ്ചിനുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ റെയർ ആയിട്ടുള്ളൊരു എഞ്ചിൻ കോൺഫിഗറേഷനാണ് W കോൺഫിഗറേഷൻ. അപ്പോൾ W കോൺഫിഗറേഷൻ ഉണ്ട് അല്ലെ W16 എഞ്ചിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സരളമായ ഭാഷ നമുക്കിങ്ങനെ പറയാം, 2 V8 എഞ്ചിനുകൾ എടുക്കുക, എന്നിട്ട് അതിലെ ഒരു V8 എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് മറ്റേ V8 എഞ്ചിനെയും കൂടെ അങ്ങോട്ട് സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ അതാണ് W എഞ്ചിൻ കോൺഫിഗറേഷൻ. അതായത് നമുക്കറിയാം 2 വികൾ കൂടി ചേരുമ്പോഴാണല്ലോ ഒരു W ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ 2 V8 എഞ്ചിനുകളെ ഒരു ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് സംയോജിപ്പിക്കണം. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നീളമുള്ള ക്രാങ്ക് ഷാഫ്റ്റ് എടുത്തിട്ട് അതിലേക്ക് 2 V8 എഞ്ചിനുകളെ കോർത്തിട്ട് കഴിഞ്ഞാൽ അത് W കോൺഫിഗറേഷൻ ആകത്തില്ല, അത് V16 കോൺഫിഗറേഷൻ ആകത്തുള്ളൂ. ഇത് ഒരു V8 എഞ്ചിൻ്റെ ആ ലെങ്തുള്ള ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് നമ്മൾ 2 V8 എഞ്ചിനുകളെ കയറ്റുകയാണ്. അപ്പം അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഞാനിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഏതായാലും 2 V8 എഞ്ചിനുകളെ സൈഡ് വേസ് സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു W16 എഞ്ചിൻ കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. അതായത് എഞ്ചിൻ കോമ്പാക്റ്റ് ആകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ എഞ്ചിൻ ബേയുടെ രൂപം എങ്ങനെയാണോ അത് അനുസരിച്ചാണ് ഇതിൻ്റെ കോമ്പാക്റ്റ് ആകുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും അതേ വോളിയമുള്ള ഒരു V കോൺഫിഗറേഷൻ എഞ്ചിനേക്കാളും അല്ലെങ്കിൽ ഒരു ഇൻലൈൻ എഞ്ചിനേക്കാളും ഒക്കെ ഒബ്വിയസ്ലി കോമ്പാക്റ്റ് ആയിരിക്കും ഒരു W കോൺഫിഗറേഷനിൽ വരുന്ന എഞ്ചിൻ. അപ്പം കോമ്പാക്റ്റ് ആകുമെന്ന് മാത്രമല്ല എഞ്ചിൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും, അതുകൊണ്ടുള്ള പല പരാധീനതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ W കോൺഫിഗറേഷനുള്ള എഞ്ചിനുകൾ ഇന്ന് ലോകത്ത് വളരെ കുറവാണ്. അത് W കോൺഫിഗറേഷനുള്ള എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാഹന കമ്പനി വോക്സ്വാഗൺ തന്നെയാണ്. വോക്സ്വാഗണിൻ്റെ ചില കാറുകൾ, അത് ഓഡിയുടെ ചില കാറുകളിൽ, അതുപോലെ ബെന്റ്ലി കോണ്ടിനെന്റൽ GT പോലുള്ള കാറുകളിലൊക്കെയാണ് ഈ W കോൺഫിഗറേഷനുള്ള എഞ്ചിനുകൾ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. അത് ബെന്റ്ലി കോണ്ടിനെന്റൽ GTയിൽ ഒരു 6 ലിറ്റർ W12 എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുഗട്ടി വ്യൂറോണിൽ വോക്സ്വാഗൺ ഉപയോഗിച്ചിരിക്കുന്ന ക്വാഡ് ടർബോ ചാർജ് W16 എഞ്ചിനാണ്. അതായത് 4 ടർബോ ചാർജറുകളുള്ള ഒരു W16 എഞ്ചിൻ. ഈ എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1000 PS മുതൽ 1200 PS വരെയാണ്. അതായത് ഈ വ്യൂറോണിൻ്റെ പല സമയത്ത് ഇറങ്ങിയ പല വേരിയൻറ്റുകളുണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ഉണ്ട്, അതിലേണ്ട 1000 PS പവറാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൂപ്പർ സ്പോർട്സ് എന്ന് പറയുന്നൊരു മോഡലുണ്ട്, അതുപോലെ ഗ്രാൻഡ് സ്പോർട്സ് എന്ന് പറയുന്നൊരു മോഡലുണ്ട്, അതുപോലെ തന്നെ ഗ്രാൻഡ് സ്പോർട്സ് വിറ്റസ് എന്ന് പറയുന്നൊരു മോഡലുണ്ട്. ഇതിലൊക്കെ പവർ ഔട്ട്പുട്ടിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇതേ W16 ക്വാഡ് ടർബോ എഞ്ചിൻ തന്നെയാണ് ഷിറോണിൽ ഉപയോഗിക്കുന്നത്. ഷിറോണിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പവർ കണ്ടമാനം വർദ്ധിക്കുന്നുണ്ട്, 1600 PS ആയിട്ടൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1888 കിലോഗ്രാമാണ്. അതായത് എഞ്ചിനും ട്രാൻസ്മിഷനും മറ്റ് അൻസാരികളും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മോണോകോക്ക് ബോഡി നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഫൈബറും ലൈറ്റ് വെയ്റ്റ് അലൂമിനിയം ഉപയോഗിച്ചാണ്. അതിൻ്റെ മൊത്തത്തിലുള്ള ഭാരം ഏതാണ്ട് 100-150 കിലോഗ്രാം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ ഭാരം 1888 കിലോഗ്രാം, അതായത് ഏതാണ്ട് 2 ടൺ അടുത്ത് ഭാരം മാത്രമാണ് ഈ വാഹനത്തിനുള്ളത്. അപ്പോൾ ഓർത്തോക്കെ ഈ 2 ടൺ ഭാരമുള്ള, അല്ല 2 ടണ്ണിൽ കുറവ് ഭാരമുള്ള ഈ വാഹനത്തിലാണ് 1000 PS പവറുള്ള എഞ്ചിൻ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതായത് 1 ടൺ ഭാരം, അതായത് ഇന്ന് നമുക്ക് ഉള്ള പല ഹാച്ച് ബാക്കുകൾ 1 ടണ്ണിൽ താഴെയാണ്. അത്രയും ഭാരം വഹിക്കാൻ പറ്റില്ല, അത്രയും ഭാരം വലിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്
500 PS പവറാണ്. അതായത് 500 PS പെർ ടൺ, അല്ലെ ഏതാണ്ട് 530 PS പെർ ടൺ. അതാണ് ഇതിൻ്റെ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഞാനും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 90% ആൾക്കാരും 200 PS മുകളിൽ പവറുള്ള ഒരു വണ്ടി പോലും ഓടിച്ചിട്ടുണ്ടാകുന്ന യാതൊരു സാധ്യതയില്ല. അപ്പോഴാണ് ഓർത്തെങ്കിൽ ഒരു ഹാച്ച് ബാക്കിൻ്റെ ഭാരം വലിക്കാൻ വേണ്ടി ഇവിടെ 500 PS പവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ വണ്ടി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പോട്ടെ, എങ്ങനെ ഇതിനെ ബ്രേക്ക് പിടിച്ച് നിർത്തും എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞ ഈ വോക്സ്വാഗൺ ഈ വാഹനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ജീവന് 10,000 കോടി രൂപ വരെയുള്ള ശതകോടീശ്വരന്മാരെയാണ്. അപ്പോൾ അവരെ ഈ വണ്ടിക്കകത്ത് കയറ്റിയെടുത്ത് പേടിപ്പിക്കാൻ വേണ്ടിയല്ല വോക്സ്വാഗൺ ഈ വാഹനം നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ എഞ്ചിനിലേക്ക് ഈ വീറോൺ എന്ന് പറയുന്ന കാറ് വോക്സ്വാഗൺ നിർമ്മിച്ച് ചേർക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ. അതായത് ഈ എഞ്ചിൻ്റെ ഈ മൃഗീയമായ പവറിനെ വേണ്ട വിധത്തിൽ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് ഇതിൽ ഓരോ ഘടകങ്ങളും വോക്സ്വാഗൺ നിർമ്മിച്ചൊരുക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ബ്രേക്കിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാഹനത്തിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത കാർബൺ ഫൈബർ റീഎൻഫോഴ്സ്ഡ് സിലിക്കൺ കാർബൈഡ് ഡിസ്കുകളാണ്. അപ്പോൾ അത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കാർബൺ സെറാമിക് ഡിസ്ക് ബ്രേക്കുകളുടെ ഒരു കൂടിയ രൂപം എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും ഈ സാധനം വോക്സ്വാഗണിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തത് ഈ കാർബൺ ടെക്നോളജിയിൽ വേൾഡ് ലീഡറായിട്ടുള്ള SGL കാർബൺ എന്ന് പറയുന്ന ജർമ്മൻ കമ്പനിയാണ്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല. നമ്മുടെ റേഡിയലി വെന്റിലേറ്റഡ് ക്ലോസ്ഡ് ഡിസ്ക് ബ്രേക്കർ, സാധാരണ സ്പോർട്സ് കാറിലൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്ക് ബ്രേക്ക്, ആ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഡിസ്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസ്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ബ്രേക്കിൻ്റെ കാലിപ്പറിലേക്ക് വരികയാണെങ്കിൽ, കാലിപ്പർ നിർമ്മിച്ചിരിക്കുന്ന മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള AP റേസിംഗ് അല്ലെ ബ്രംബോ എന്നറിയപ്പെടുന്ന ആ കമ്പനിയാണ്. അപ്പം ബ്രംബോ ഇതിൻ്റെ കാലിപ്പർ നിർമ്മിച്ചെടുത്തിരിക്കുന്ന മോണോബ്ലോക്ക് അലൂമിനിയം അലോയിലാണ്. അതിൻ്റെ ഫ്രണ്ട് കാലിപ്പർ എന്ന് പറഞ്ഞാൽ 8 പിസ്റ്റണുകളുള്ള സിസ്റ്റമാണ്. 8 പിസ്റ്റണുകൾ എന്ന് പറഞ്ഞാൽ 8 ടൈറ്റാനിയം പിസ്റ്റണുകളാണ് ഇതിൻ്റെ ഫ്രണ്ട് കാലിപ്പറിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റിയർ കാലിപ്പറിൽ 7 ടൈറ്റാനിയം പിസ്റ്റൺസും. അങ്ങനെയാണ് ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഘടന. അപ്പം ബ്രേക്ക് ഇതുകൊണ്ട് തീരുന്നില്ല. ഈ പറഞ്ഞ കാര്യം ഇതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ഒരു പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ. പൂർണ്ണമായും ഈ കാറിനെ നിർത്തണമെങ്കിൽ ഈ ബ്രേക്കിംഗ് ഒന്നും പോരാ. അതായത് 400 km/h എന്നുള്ള ടോപ്പ് സ്പീഡിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബുഗട്ടി വീറോണിനെ പിടിച്ച സ്ഥലത്ത് കൃത്യമായ രീതിയിൽ ബ്രേക്ക് ചെയ്ത് നിർത്തണമെങ്കിൽ ഈ 4 വീലിലുള്ള ഈ ബ്രേക്കിംഗ് ഒന്നും പോരാ. അതിനുവേണ്ടി വോക്സ്വാഗൺ ഇതിലേക്ക് വിമാനം ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ടെക്നോളജിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അത് ലാൻഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, അവിടെ എയർ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയാണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലെ എയർ ബ്രേക്കിംഗ് എന്ന് പറയുന്ന പരിപാടിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് വിമാനത്തിൻ്റെ ചിറകുകളിലെ ഫ്ലാപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ എയർ ബ്രേക്കിംഗ് സാധ്യമാക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിറകുകളിലെ എഡ്ജിലുള്ള ഫ്ലാപ്പുകൾ, ഏറ്റവും എഡ്ജിലുള്ള ഫ്ലാപ്പുകൾ താഴ്ത്തി വേഗത കുറച്ചുകൊണ്ട് വരും. തുടർന്ന് രണ്ടാം നിരയിലെ തൊട്ട് പിൻനിരയിലെ ഫ്ലാപ്പുകൾ ഏതാണ്ട് 50 മുതൽ 55 ഡിഗ്രി വരെ മുകളിലേക്ക് ഉയർത്തി ഈ എയർ ബ്രേക്ക് പൂർണ്ണമായും അപ്ലൈ ചെയ്യുന്നതോടുകൂടി റൺവേയിലൂടെ അതിവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്ന വിമാനം ഏതാണ്ട് നിയന്ത്രണ വിധേയമാകും. അപ്പോൾ അതേ സാങ്കേതികവിദ്യ അതുപടി ബുഗട്ടി ഈ കാറിലേക്കും ഉപയോഗിച്ചു. അതായത് ഇതൊരു സ്പോർട്സ് കാറാണ്, അതിവേഗത്തിൽ പോകുന്ന സ്പോർട്സ് കാറാണ്. അപ്പോൾ അതിന് അതിമാരകമായ രീതിയിലുള്ള ഡൗൺ ഫോഴ്സ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഡൗൺ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി പൊതുവേ സ്പോർട്സ് കാറുകളിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് റിയർ സ്പോയിലറുകൾ. അപ്പോൾ ഈ ബുഗട്ടി വീറോണിലും റിയർ സ്പോയിലറുണ്ട്. പക്ഷേ ബുഗട്ടി വീറോണിൻ്റെ ഡിസൈനിൻ്റെ പ്രത്യേകത കൊണ്ട് ഇതിൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് വളരെ ഹൈ ആണ്. അതായത് ഏതാണ്ട് 0.45 എന്നുള്ള ഒരു ഡ്രാഗ് കോഎഫിഷ്യൻ്റ് നോർമൽ കണ്ടീഷനിൽ ബുഗട്ടി വീറോണിനുള്ളത്. അതിപ്പോൾ സ്പീഡ് 220 km/h മുകളിലേക്ക് കയറുമ്പോഴത്തേന് ഈ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് കുറയും. അതായത് ആ സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കലി ലോവർ ചെയ്യേണ്ടതായിട്ട് വരും. ഈ സമയത്ത് ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് ഈ പറഞ്ഞ 0.45 എന്നുള്ളതിൽ നിന്നും ഏതാണ്ട് 0.36 എന്നുള്ളൊരു വാല്യൂയിലേക്ക് കുറയും. ഈ സമയത്ത് കൂടുതൽ ഡൗൺ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ റിയർ സ്പോയിലർ ഹൈഡ്രോളിക്കലി ഡിപ്ലോയ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ബ്രേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതേ റിയർ സ്പോയിലർ തന്നെയാണ്. അതായത് ഈ റിയർ സ്പോയിലറിനെ മുന്നോട്ട് വളച്ച്, അതായത് ഒരു 55 ഡിഗ്രി ഒരു സ്നാപ്പിംഗ് ആംഗിളിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ ഒരു എയർ ബ്രേക്കായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡിസ്ക് ബ്രേക്കുകളും ഈ എയർ ബ്രേക്കുകളും കൂടുമ്പോഴത്തേക്കിന് ബുഗട്ടി വീറോണിന് ആവശ്യമായ ബ്രേക്കിംഗ് ലഭിക്കും. അതായത് ടോപ്പ് സ്പീഡായ 400 km/h നിന്നും സീറോയിലേക്ക്, സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് ബുഗട്ടി വീറോണിനെ വെറും 10 സെക്കൻഡ് കൊണ്ട് എത്തിക്കാൻ ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് സാധിക്കും. അപ്പോൾ ഈ എഞ്ചിനും ബ്രേക്കും കൂടി ഇപ്പോൾ കണ്ട മൽപ്പിടുത്തലാണ് നടത്തുമ്പോൾ അതിൻ്റെ പ്രഷർ താങ്ങുന്നത് എവിടെയാണ്, അതിൻ്റെ പ്രഷർ മുഴുവൻ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഇതിൻ്റെ ടയറുകളിലാണ്. അപ്പോൾ സാധാരണ ടയറുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടയർ ഈ കണ്ട ബലപ്രയോഗത്തിനിടയിൽ ആവിയായി പോകും. അത്ര കണ്ട് പ്രഷറും ചൂടും ഒക്കെയാണ് ഈ ടയറിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബുഗട്ടി വീറോണിന് വേണ്ടി വോക്സ്വാഗണും മിഷലിനും കൂടെ ചേർന്ന് ഒരു പ്രത്യേകം ടയർ തന്നെ ഡിസൈൻ ചെയ്തെടുത്തു. ഇതുകൂടാതെ ഈ വണ്ടി പെർമനൻറ്റ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിലാണ് സഞ്ചരിക്കുന്നത്. ABS അതുപോലുള്ള എല്ലാത്തരം സാങ്കേതിക വിദ്യകളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
ഇനിയും ഇതിൽ വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 4.4 മീറ്റർ നീളമുള്ള ഈ വാഹനത്തിൽ ഏതാണ്ട് 8 ലിറ്റർ വലുപ്പമുള്ള ഒരു ഭീമാകാരൻ എഞ്ചിനാണ് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം ഓടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 400 കിലോമീറ്ററിനടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു വാഹനം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഘടകങ്ങളിലും അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കും. അപ്പോൾ ഈ ടെമ്പറേച്ചറിനെ, ഈ താപത്തെ വേണ്ട രീതിയിൽ അവിടുന്ന് എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ വണ്ടി എപ്പം തീ പിടിച്ച് പോയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഈ ടെമ്പറേച്ചറിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ വാഹനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഈ വാഹനത്തിൽ 10 റേഡിയേറ്ററുകൾ ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. 10 റേഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന് വേണ്ടി 3 റേഡിയേറ്ററുണ്ട്. അതുപോലെ തന്നെ ചൂട് തട്ടിയ അപകടം പറ്റാൻ സാധ്യതയുള്ള ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിന് വേണ്ടി പ്രത്യേകം റേഡിയേറ്റർ, എഞ്ചിൻ ഓയിലിന് വേണ്ടി പ്രത്യേകം റേഡിയേറ്റർ, അതുപോലെ ഡിഫറൻഷ്യൽ ഫ്ലൂയിഡിന് വേണ്ടി പ്രത്യേകം റേഡിയേറ്റർ, അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയുള്ള റേഡിയേറ്റർ. അതിങ്ങനെ 10ഓളം റേഡിയേറ്ററുകളാണ് ഈ വാഹനത്തിൽ ഉള്ളത്. അപ്പോൾ ഇത്രയധികം മെറ്റിക്കുലസ് ആയിട്ട് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ള ഈ സംഭവം അക്ഷരാർത്ഥത്തിലൊരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ബുഗട്ടി വീറോൺ ഒരു ലെജൻഡായി മാറുന്നത്. 2005 മുതൽ 2015 വരെയുള്ള ബുഗട്ടി വീറോണിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇതിൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ പാകത്തിനുള്ള ഒരു കാർ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ബുഗട്ടി ഷിറോൺ വരുന്നു. അത് ഈ പെർഫോമൻസ് ലെവലിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. അതായത് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പലരും പറയുന്നത് ഇങ്ങനെയാണ്: ഒരു F1 കാറും ഒരു ബുഗട്ടി വീറോണുമായിട്ട് ഡ്രാഗ് റേസ് നടത്തുകയാണെങ്കിൽ ഈ F1 കാർ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് അതൊരു 200 km/h എന്നുള്ള സ്പീഡ് ആർജിച്ചതിന് ശേഷം ബുഗട്ടി വീറോൺ സ്റ്റാർട്ട് ചെയ്താൽ പോലും അടുത്ത 5 സെക്കൻഡിനുള്ളിൽ ഈ ബുഗട്ടി വീറോൺ ഈ F1 കാറിനെ ഓവർടേക്ക് ചെയ്തിരിക്കും. അതാണ് ബുഗട്ടി വീറോണിൻ്റെ പെർഫോമൻസ്. അപ്പോൾ 2005 ഈ കാറ് വോക്സ്വാഗൺ നിരത്തിലിറക്കുമ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 16 കോടി രൂപയായിരുന്നു. അപ്പം ഈ 16 കോടി രൂപ ഈ വാഹനത്തിന് ഉണ്ടായിട്ട് പോലും ഇതിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ലാഭവും വോക്സ്വാഗൺ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് വോക്സ്വാഗൺ അവരുടെ എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ഷോ പീസ് എന്ന രീതിയിലാണ് ഈ വാഹനം വിറ്റുകൊണ്ടിരുന്നത്. അപ്പം 2005 മുതൽ 2015 വരെയായിരുന്നു ഈ ബുഗട്ടി വീറോൺ എന്ന് പറയുന്ന വാഹനം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ ഈ 10 വർഷ കാലയളവിൽ ഏതാണ്ട് 450 ബുഗട്ടി വീറോണുകളാണ് ആകെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 450 ബുഗട്ടി വീറോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വേരിയൻറ്റുകളായിട്ടാണ്. അതായത് സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആയിട്ടുള്ള ഈ ബുഗട്ടി വീറോൺ 16.4 എന്ന് പറയുന്ന സംഭവം ഏതാണ്ട് 252 എണ്ണത്തോളം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ബുഗട്ടി വീറോൺ സൂപ്പർ സ്പോർട്സ്, ബുഗട്ടി വീറോൺ ഗ്രാൻഡ് സ്പോർട്സ്, ബുഗട്ടി വീറോൺ ഗ്രാൻഡ് സ്പോർട്സ് വിറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല വേരിയൻറ്റുകളുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയാണ് ഈ 450 കാറുകൾ. തുടർന്ന് 2016 ബുഗട്ടി അവരുടെ രണ്ടാമത്തെ കാറായിട്ടുള്ള ബുഗട്ടി ഷിറോൺ ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഷിറോണിൽ ഉപയോഗിച്ചത് ഇതേ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ എഞ്ചിൻ്റെ ട്യൂണിങ്ങിലും പെർഫോമൻസിലും ഒക്കെ കാര്യമായ രീതിയിലുള്ള മാറ്റം ഉണ്ടായിരുന്നു. അതായത് ബുഗട്ടി വീറോണിൻ്റെ ഏറ്റവും പവർഫുൾ വേരിയൻ്റ് ആയിട്ടുള്ള ബുഗട്ടി വീറോൺ ഗ്രാൻഡ് സ്പോർട്സ് വിറ്റസിനേക്കാളും ഏതാണ്ട് 300 PS പവർ കൂടുതലായിരുന്നു ബുഗട്ടി ഷിറോണിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിന്. അതായത് 1600 PS പവറായിരുന്നു ഈ പറഞ്ഞ W16 എഞ്ചിൻ ബുഗട്ടി ഷിറോണിന് കൊടുത്തിരുന്ന പവർ ഔട്ട്പുട്ട്. അതായത് ആക്സിലറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 0 to 100 2.4 സെക്കൻഡ് കൊണ്ട് ഈ വാഹനം അച്ചീവ് ചെയ്യുമായിരുന്നു. തന്നെയുമല്ല ഇതിൻ്റെ മാക്സിമം സ്പീഡ്, ടോപ്പ് സ്പീഡ് 420 km/h ആയിട്ട് ഇലക്ട്രോണിക്കലി റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ കൂടുതൽ സ്പീഡിന് ആർജിക്കാൻ പറ്റും. പക്ഷേ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ള ടയറോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രൊഡക്ഷൻ കാറിൽ, ഒരു സ്ട്രീറ്റ് ലീഗൽ കാറിൽ കൊടുക്കുക സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് സ്പീഡ് 420 km/h ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തിരുന്നത്. അങ്ങനെ തുടർന്ന് അങ്ങോട്ട് ഒരു 10 വർഷം വേഗതയുടെ ലോകം ഭരിച്ചത് ഈ ബുഗട്ടി ഷിറോൺ എന്ന് പറയുന്ന വാഹനമാണ്. ഇന്നും ഇപ്പോൾ ഈ നിമിഷം വരെ ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ രണ്ടാമത്തെ സ്ട്രീറ്റ് ലീഗൽ കാറ് ബുഗട്ടി ഷിറോൺ തന്നെയാണ്. അപ്പോൾ ഏതാണ്ട് 10 വർഷത്തെ പ്രൊഡക്ഷൻ കാലയളവിൽ ഏതാണ്ട് 500 ബുഗട്ടി ഷിറോൺ കാറുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതും ഈ പറഞ്ഞ രീതിയിൽ വീറോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല വേരിയൻറ്റുകളിലായിട്ടാണ് ഈ സംഭവം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ബുഗട്ടി അവരുടെ മൂന്നാമത്തെ കാറായിട്ടുള്ള ബുഗട്ടി ടർബിയോൺ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ടർബിയോണിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഈ പറഞ്ഞ രീതിയിലുള്ള ഈ W16 എഞ്ചിൻ അവിടുന്ന് പോയി തൽസ്ഥാനത്തേക്ക് ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ആണ് വന്നിരിക്കുന്നത്. ഹൈബ്രിഡ് പവർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ വലുപ്പവും കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടില്ല. അതായത് 8.4 ലിറ്റർ V16 എഞ്ചിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഏതാണ്ട് ഈ W16 എഞ്ചിനേക്കാളും വലിപ്പം കൂടിയ, അല്ലെങ്കിൽ അത് ഏതാണ്ട് ഏകദേശം അതേ വലിപ്പമുള്ള ഒരു V16 എഞ്ചിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കോസ്വർത്ത് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് വില്യംസ് പോലുള്ള F1 ടീമുകളുടെ കാറുകൾക്ക് വേണ്ടി എഞ്ചിൻ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരുന്ന കോസ്വർത്ത് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അവരാണ് ഈ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ടർബോ ചാർജ്ഡ് എഞ്ചിനല്ല, ഇത് നാച്ചുറലി ആസ്പിറേറ്റഡ് V16 എഞ്ചിനാണ്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഓടിക്കാനാണ് എപ്പോഴും ഡ്രൈവിംഗ് ഇന്തൂസിയാസ്റ്റുകൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവം. അതായത് ആ വേഗതയും ഒരു നാച്ചുറൽ സൗണ്ടും ഒക്കെ ഉള്ളത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. നാച്ചുറൽ സൗണ്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എപ്പോഴും ഒരു റിലാക്സ്ഡ് ഫോമിലായിരിക്കും ഉള്ളത്. ടർബോ ഒക്കെ കുത്തിക്കയറ്റി എഞ്ചിനിൽ നിന്നും പവർ ഇങ്ങനെ മാക്സിമം ഊറ്റിയെടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല.
വളരെ ആഠ്യത്തോടുകൂടി വളരെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകൾ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റുകൾക്ക് പലർക്കും ഈ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകൾ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ എഞ്ചിൻ മാത്രമല്ല ഇതിന് പവർ നൽകുന്നത്. ഈ എഞ്ചിൻ കൂടാതെ 3 ഇലക്ട്രിക്കൽ മോട്ടോറുകൾ കൂടി ചേർന്നാണ് ഈ കാറിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം പറഞ്ഞത് പിന്നെ ടോട്ടൽ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1800 PS വരും. അതായത് 1800 PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഒരു ബുഗാട്ടിയുടെ കാറിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പവർ ഔട്ട്പുട്ടാണ് ഈ പറഞ്ഞ 1800 PS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 0 to 100 ആക്സിലേറ്റർ ചെയ്യാൻ വേണ്ടി ഈ വാഹനത്തിൽ വെറും 2 സെക്കൻഡ് മാത്രമേ വേണ്ടി വരുള്ളൂ എന്നാണ് വോക്സ്വാഗൺ അവകാശപ്പെടുന്നത്. തന്നെയുമല്ല ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഏതാണ്ട് 445 km/h ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക്കലി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 445 കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഡ്രൈവിംഗ് പ്ലഷറിൻ്റെ കാര്യത്തിലും എല്ലാം ഇതുവരെ നിർമ്മിക്കപ്പെട്ട ഏതൊരു ബുഗാട്ടിയേക്കാളും മേളിലായിരിക്കും ഈ ബുഗാട്ടി ടർബിയോൺ എന്നാണ് നമ്മുടെ വോക്സ്വാഗൺ അവകാശപ്പെടുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, അതിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.